എല്ലാവർക്കും പുതിയൊരു ഗാഡ്ജറ്റ് സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ അധികം ഗാഡ്ജറ്റുകൾ ഇവിടെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ തവണ വീഡിയോ ഇടുന്ന സമയത്തും എസ്പെഷ്യലി ഗാഡ്ജറ്റ് വീഡിയോകൾ ഇടുന്ന സമയത്ത് അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തവണയും ഒരു ബഡ്ജറ്റ് സീരീസ് സാധനങ്ങളായിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ എനിക്ക് പിന്നെയും വാങ്ങിക്കണമെന്നുള്ള തോന്നിയ സാധനങ്ങളൂടെ ഞാൻ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുറേ പുതിയ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങ് തുടങ്ങിയാലോ അല്ലേ. അപ്പോൾ ഇവിടെ ആയിട്ട് വയ്ക്കാം. ആദ്യം ഒന്ന് ചരിച്ച് വയ്ക്കട്ടെ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു സോളാർ സെൻസർ ലൈറ്റാണ് കേട്ടോ. ഈ ഒരു സാധനം ഞാൻ പിന്നെയും റീപർച്ചേസ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യത്തെ സാധനം എന്ന് പറയുന്നത് വെർഷൻ 2 ആണെന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരീസ് ഓഫ് LEDs ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റും അതുപോലെ തന്നെ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഒരുപാടധികം സേവിങ്സ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് ഇതിനകത്ത് മോഷൻ സെൻസറൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ ആരെങ്കിലും വിസിറ്റേഴ്സൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ ആശ്ചര്യത്തോടുകൂടി നോക്കുന്നത് മാത്രമല്ല ചോദിക്കാറുണ്ട് ഇത് എവിടെ വാങ്ങിക്കാൻ കിട്ടും, എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എടുത്തിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സോളാർ ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്രാവശ്യത്തെ ഈ ഒരു സോളാർ ലൈറ്റിൽ കുറച്ചുകൂടെ വലിയ സോളാറാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ലൈറ്റുകളും വരുന്നുണ്ട്. ഈ ലൈറ്റുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു LED ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്, ഫിലമെൻറ്റ് LED ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പ്രകാശമാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. മഞ്ഞ പ്രകാശമാണെങ്കിലും നല്ല പ്രകാശമാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഇതിനകത്ത് മുകളിലായിട്ട് നമുക്ക് ലൈറ്റ് സെൻസറും അതുപോലെ തന്നെ മോഷൻ സെൻസറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ മാത്രമേ ഇത് കത്തുള്ളൂ. അപ്പോൾ ഇവിടെ അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റൂ. സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ ഇവിടെ അടച്ചു പിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രകാശം കാണാൻ പറ്റും. ഈ ഒരു പ്രകാശം എന്ന് പറയുന്നത് നല്ല പ്രകാശമുണ്ട് കേട്ടോ. ഇരുട്ട് സമയത്താണെങ്കിൽ നല്ല പ്രകാശമുണ്ട്. ആ ഒരു ലൈറ്റ് സെൻസർ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായത്. ഞാൻ ഈ ഭാഗം അടച്ചു പിടിക്കുന്ന സമയത്ത് പിന്നെയും കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മോഷൻ സെൻസറും കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരെങ്കിലും നടന്നൊക്കെ വരുന്ന സമയത്ത് എസ്പെഷ്യലി ഈ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മതിലുകളിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുൻവശത്തൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. കുറച്ച് സൂര്യപ്രകാശവും കിട്ടണം. ഈവൻ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ആ രാത്രിയിൽ കിട്ടുന്ന തോത് കുറയും എന്നുള്ളതാണ്. പിന്നെ ഒരു 10-12 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും വീട്ടിലേക്ക് വരാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഓഫായാലും കുഴപ്പമില്ല. പക്ഷേ ഈ സംഭവം അടിപൊളിയാണ്. മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു സാധനം ഞാൻ ഇപ്രാവശ്യത്തെ ഗാഡ്ജറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നോർമലി അങ്ങനെ ഉൾപ്പെടുത്തുന്നതല്ല. അതെ, റെയിൻ കോട്ട് തന്നെയാണ്. ഈ ഒരു റെയിൻ കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനമല്ല, കുറച്ചുകൂടെ ഒരു ബെറ്റർ ക്വാളിറ്റി ഉള്ള EVA മെറ്റീരിയൽ വരുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഡ്യൂറബിളായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സമയത്ത് എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ വിലയും കുറവാണ് കേട്ടോ. വില കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത വർഷം ഒരെണ്ണം വാങ്ങിച്ചെന്ന് കരുതി നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഞാനൊന്നിട്ട് കാണിച്ചു തരാം. ഇവിടെയായിട്ട് കൊടുത്തിട്ടുള്ളത് ക്ലിപ്പ് ഓൺ ബട്ടൺസ് ആണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇടാനും സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ മഴയൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഊരാനും വേണ്ടി സാധിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോട്ടിങ് ചെയ്തതുപോലെ. എനിക്കറിയാം മറ്റേ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന റെയിൻ കോട്ടിൻ്റെ കാര്യം എനിക്കറിയാം. പക്ഷേ അതൊരു യൂസേജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നിങ്ങൾക്കത് കുറച്ച് ദിവസം കൂടെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഓഫീസിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സാധനം വയ്ക്കുക എന്നുള്ളതാണ്. ഇതിനെ നിങ്ങളിങ്ങനെ ചുരുട്ടിക്കൂട്ടി എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാക്സിമം എന്താ ഈ ഒരു സൈസേ കാണുള്ളൂ. നിങ്ങളുടെ ബാഗിലോ അല്ലാതൊരു കവറിലൊക്കെ ഇട്ട് വയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. നിങ്ങളിനി അടുത്ത് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈകിട്ട് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള വെള്ളമെല്ലാം പോകുന്നുള്ളതാണ്. സോ ആ തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ് കേട്ടോ. എന്തായാലും റെയിൻ കോട്ട് നോക്കുന്നവർ ഈ ഒരു സാധനം ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. കാര്യം ഇപ്പോൾ ബൈക്കിൽ പോകുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും ആ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു സാധനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തതാണ്. വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിനി മസാജർ ഞാൻ എടുത്ത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച എന്തെങ്കിലും വൈബ്രേറ്റ് ചെയ്യുന്ന മോട്ടറായിരിക്കുമെന്ന്. ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതാണ് ഈ മിനി മസാജർ എന്ന് പറയുന്നത്.
ഈ ഒരു സംഭവം ഞാൻ എടുത്ത് കയ്യിലിങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനോടൊപ്പം കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മുടെ ദേഹത്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കുന്ന സാധനമാണ്. ഇതിനോടൊപ്പം കിട്ടുന്ന ഇതിൻ്റെ അടിയിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബട്ടൺ കണക്ടർ പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടൺ കണക്ടറിലാണ് വയ്ക്കേണ്ടത്. ഞാൻ അതിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മോഡൊക്കെ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൈ വെച്ച് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൻ്റെ മസാജിങ് രീതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് കേട്ടോ. മസാജിങ് അല്ല, ആക്ച്വലി ഒരു ഇലക്ട്രിക് പൾസ് വിട്ടിട്ടാണ് നമുക്ക് ആ ഒരു എഫക്റ്റ് എന്ന് ഇതുകൊണ്ട് മസാജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനകത്ത് പലതരത്തിലുള്ള മോഡുകളുണ്ട്. ബീറ്റ്, മസാജ്, ആക്ടിവേഷൻ, ട്രെയിന്, നീഡ്, ഷേപ്പിംഗ്, എക്സ്ട്രൂഷൻ, സ്ലാപ്പ്, ഇങ്ങനെ കുറേ ഉണ്ട്. ആ സ്ലാപ്പ് എന്ന് പറയുന്ന സംഭവം ഇട്ട് കഴിഞ്ഞാൽ അയ്യോ എന്ത് സംഭവമല്ല. ഇതിപ്പോൾ ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്റ്റ് ഈ കണക്ടർ ഉണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ഏതാണോ വയ്ക്കേണ്ടത് അതിലിങ്ങനെ 2 വിരലിങ്ങനെ വെച്ചാൽ മതി, നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടും. ബീറ്റ് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നത് കൈക്കകത്ത് നമുക്ക് ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ സെയിം ഫീലിംഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കൈയിൻ്റെ ഇവിടെയൊക്കെ ഒരു ഇടി കിട്ടുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കറണ്ട് അടിച്ചെന്നൊക്കെ പറയില്ലേ, സെയിം സാധനമാണ് സംഭവിക്കുന്നത്. നമ്മുടെ കൈയിൻ്റെ ഇവിടെയൊക്കെ വാക്കില്ല ഒരു ഇടി കിട്ടുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, അതേ സംഭവം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്തിൻ്റെ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാൻ പറ്റുന്നൊരു സാധനമാണ്. അത് പല എഫക്റ്റിൽ, ബീറ്റ്, മസാജ്, ആക്ടിവേഷൻ, അങ്ങനെ പല രൂപത്തിലുണ്ട് സംഭവമുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ടൈമറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും കേട്ടോ. സാധാരണ രീതിയിലുള്ളൊരു വൈബ്രേഷൻ മസാജ് അല്ല ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഇമ്പൾസ് കൊടുത്തിട്ടുള്ളൊരു മസാജറാണ്. എന്തായാലും സംഭവം കൊള്ളാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ വില ഞാനിവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, അവിടെ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം. ഇതെന്ന് പറയുന്നത് എനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ട് നിങ്ങൾ വാങ്ങിച്ചിരിക്കേണ്ട ഒരു സാധനം കേട്ടോ. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈവൻ എൻ്റെ ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെ പല സാധനങ്ങൾ ഇവിടെ ആയിട്ട് മുകളിലേക്ക് നിങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊന്നും ആണിയിലല്ല ഇരിക്കുന്നത്, ഇതൊന്നും ചുവരിൽ ഒരു ഹോള് പോലും അടിക്കാതെ വച്ചിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് എല്ലായിടത്തും ഞാൻ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഈവൻ ടൈൽസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ടൈൽസിലൊന്നും ഹോൾ അടിക്കാതെ ഇത് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാക്കറ്റിനകത്ത് 10 പീസോളം കിട്ടും കേട്ടോ. 10 പീസോളം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡ്രില്ലിംഗ് മെഷീൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫോട്ടോയോ മറ്റ് സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വയ്ക്കണമെങ്കിൽ ഈ ഒരു സംഭവത്തിൽ തന്നെ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്ക്രൂ വേണമെങ്കിൽ നമുക്ക് മുറുക്കി വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് തോന്നിയുകൊണ്ട് ഞാൻ എഗെയിൻ ഒരു 10 പാക്കറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് സാധനമാണിത്. അതുപോലെ ഞാൻ അതിനോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന വേറെ കുറച്ച് സാധനങ്ങളിലൂടെയും കാണിച്ചു തരാം. ഇതെല്ലാം വളരെ ചോട്ടാ സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾക്ക് തുച്ഛമായ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് ഈ ഒരു കേബിൾ ഓർഗനൈസറാണ്. ഇത് കേബിൾ ഓർഗനൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കേബിൾസൊക്കെ പല വഴിക്കും കിടക്കും, കമ്പ്യൂട്ടറിൻ്റെ അതും ഇതും എല്ലാം ആയിട്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയ തോതിലുള്ളൊരു സ്റ്റിക്കറുണ്ട്. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ അതിൻ്റെ പുറത്തായിട്ട് ബാക്കിലായിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ചുവരിലോ എവിടെ വേണമെങ്കിലും ഒട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് നീറ്റ്ലി നമ്മുടെ ഓരോ കേബിൾസും ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഇത് 20 പീസ് വരുന്നൊരു പാക്കറ്റാണ്. അതോടൊപ്പം തന്നെ വേറൊരു കേബിൾ ഓർഗനൈസറുണ്ട്. ഈ ഓർഗനൈസർ നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എയർ ഫ്രയറോ മിക്സർ ഗ്രൈൻഡറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് വളരെയധികം ബെസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലൊരു ടേപ്പ് ഉണ്ട്. ഇത് ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഏത് അപ്ലയൻസസ് ആണോ ഉപയോഗിക്കേണ്ടത് ആ ഒരു അപ്ലയൻസസിലൊക്കെ ഇത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഇതിന് ഇവിടെയായിട്ട് കാണുന്ന ഈ ഒരു ഗ്രിപ്പിനകത്ത് നമുക്ക് കേബിൾ ചുറ്റി ഇതിലേക്ക് നമുക്ക് ഈസിലി ഓർഗനൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മറ്റൊരു സാധനം. ഇനി എന്ന് പറയുന്നത് കേബിളിൻ്റെ തന്നെ വേറൊരു സാധനമുണ്ട്. ഇതെന്ന് പറയുന്നത് കേബിൾ പ്രൊട്ടക്ടറാണ്. എന്ന് നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും. ഇതും വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആപ്പിളിൻ്റെ ചാർജറിലും കേബിളിലും ഒക്കെ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള പൊട്ടിപ്പോകലോ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഈവൻ അല്ലാത്ത USB കേബിൾസിൽ പോലും 1-2 വർഷം ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റമൊക്കെ ബ്രേക്ക് ആവുന്നതാണ്. പക്ഷേ ഇത് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു സാധനമാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ എന്നുള്ള സാധനമാവാൻ ചാൻസ് ഇല്ല, എന്നാലും ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചിലപ്പോൾ പ്ലാസ്റ്റിക് കപ്പുകളായിരിക്കും അല്ലെങ്കിൽ പേപ്പർ കപ്പുകളായിരിക്കും. നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക
ഹൈജീൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോർട്ടബിളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നൊരു ടംബ്ലറാണ് നിങ്ങൾ ഈ കാണുന്നത്. വിത്ത് ഇത് കീ ചെയിൻ പോലെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സാധനം എന്ന് പറയുന്നത്. ഇതിങ്ങനെ തുറന്നതിന് ശേഷം ഇതൊരു സെപ്പറേറ്റ് ഇതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാൻ പോകുന്ന സമയത്ത് ദാണ്ട് ഈ ഒരു സാധനം ഇങ്ങനെ പൊക്കി വയ്ക്കുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഗ്ലാസ് റെഡി. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസായിക്കോളും. ലൂസായി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് തിരിച്ച് പിന്നെ ഈ ഒരു ലിഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ് ആവുമെന്നറിയില്ല, പക്ഷേ ട്രാവൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു ആഡ് ഓൺ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ നിങ്ങൾക്ക് ചായ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വാങ്ങിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. അടുത്തതും ട്രാവലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇൻഡെക്സിൻ്റെ എയർ പില്ലോ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. എയർ പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് നിറച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു എയർ പില്ലോ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷേ അത്രത്തോളം ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കത്തില്ല. ഇതിൻ്റെ മുൻവശത്തായിട്ടൊരു വെൽവെറ്റ് പോലത്തെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാറ്റ് നിറച്ചിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കിടക്കാൻ പറ്റും. ട്രാവലിങ്ങിന് നല്ല സാധനമാണ്. നിങ്ങളിപ്പോൾ വണ്ടിയിൽ തന്നെ ഈ ഒരു സാധനം കാറ്റ് കളഞ്ഞിട്ടൊക്കെ ഇട്ട് വച്ചേക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ കാറിൽ തന്നെ നിങ്ങൾക്കൊരു തലയാണ കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി ഒരുപാടധികം വലിയ ഓട്ടങ്ങളൊക്കെ പോകുന്ന ബസ്സിലുള്ള ഡ്രൈവേഴ്സിനും അതുപോലെ തന്നെ കാർ ഓട്ടമൊക്കെ ഒരുപാടുള്ളവർക്ക് ഇതൊരു യൂസ്ഫുൾ സാധനമാണ് കേട്ടോ. വീട്ടിലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, കാര്യം എയർ അല്ലേ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. എന്തായാലും ഞാനിതൊന്ന് വലുതാക്കി നിങ്ങളെ കാണിച്ചു തരാം. കാണുമ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് ഞാൻ ഒരുപാടധികം എഫേർട്ട് എടുത്താണ് ഇപ്പോൾ ഇത്രയും വലുതാക്കിയെന്ന്. ഒരിക്കലും അല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം വിടുന്നത് പോലെ തന്നെ ഇതിനകത്ത് കാറ്റ് നിറയ്ക്കാൻ പറ്റും. മാക്സിമം ഒരു 45 സെക്കൻഡ്സ് അത്രയും ഊതുമ്പോഴത്തേക്ക് ഈ സാധനം നിറയും കേട്ടോ. നമുക്ക് തുച്ഛമായിട്ടുള്ള കാശിന് വാങ്ങിക്കാനും സാധിക്കും. അത്യാവശ്യം കണ്ടിട്ട് ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തായാലും വാങ്ങിക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ മതി, ഞാനിതിൻ്റെ ലിങ്ക് വിട്ടേക്കാം കേട്ടോ. നമ്മുടെ അടുത്ത 2 പ്രോഡക്ട്സും പവർ ബാങ്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കേണ്ട 2 സാധനങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ 2 പ്രോഡക്റ്റിലേക്ക് പോകാം. ആദ്യത്തേത് പറയുന്നത് നൈറ്റ് ക്രിസ്റ്റൽ ബോളാണ് കേട്ടോ. നിങ്ങൾക്കൊരു നൈറ്റ് ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി സാധനമാണിത്. അപ്പോൾ ഇതെന്താണ് സംഭവം നമുക്ക് നോക്കാം. സോ ഇവിടെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടൊരു ബേസാണ് കേട്ടോ. USB ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസാണ്. വുഡൻ ബേസാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു ക്രിസ്റ്റൽ കാണാൻ പറ്റും. ഈ ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സാറ്റേണിൻ്റെ ഒരു സംഭവം ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇത് വെട്ടത്ത് വയ്ക്കുന്ന സമയത്ത് കാണാൻ അടിപൊളിയായിരിക്കും എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. സംഭവം കൊള്ളാം കേട്ടോ. ഇതൊരു RGB ലൈറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സാറ്റേണിൻ്റെ മൂൺസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ രാത്രി കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഈ സംഭവം നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതും കൊള്ളാം, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. താഴത്തെ വുഡൻ ബേസ് ആയതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കേട്ടോ ഈ സംഭവം. ഇത് നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റൽ ബോൾ പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തൊക്കെ നോക്കാൻ പറ്റും. ഇതിനകത്തായിട്ട് ആ ഒരു ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന എന്തോ സംഭവമാണ് ഈ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വില ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് നൈറ്റ് ലാമ്പ്, കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽഡ് സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് ഹോം ഡെക്കറിൽ കുറച്ചുകൂടെ ഒരു നല്ലൊരു സംഭവം, അതായത് നല്ലൊരു ഡെക്കറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കാണും. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്രെയിം ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൽ ചെറിയൊരു സംഭവം വ്യത്യസ്തമായിട്ടുണ്ട്. നോർമലി നമ്മൾ ഇതുപോലുള്ള LED ഫ്രെയിംസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കിട്ടാത്തൊരു സാധനം ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിനകത്തുള്ളൊരു പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചറിനകത്ത് ആ ഒരു ലൈറ്റിംഗ് എന്ന് പറയുന്നത് വെയിലടിക്കുന്ന പോലെയാണ്. അതായത് ഈ ഒരു പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്നുള്ളൊരു വെയിലടിക്കുന്ന ഒരു സോഫയൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്.
നമുക്കിതിനകത്ത് കിട്ടുന്ന ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുറത്ത് നിന്ന് വരുന്ന വെയിലടിക്കുന്നതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സംഭവം കാണാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നമ്മൾ വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിൻവശത്തായിട്ട് 2 ഹുക്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹാങ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗാഡ്ജറ്റുകളുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.